ഹിബ്ബ് റസൂൽ മസ്കറ്റ് എല്ലാ വർഷവും നടത്തി വരാറുള്ള ഇഫ്താർ സംഗമം ഒമാൻ അൽഹയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. 2000-ഓളം ആളുകൾ പങ്കെടുത്ത ഇഫ്താർ സംഗമത്തിന് അബ്ദുൽ ഹമീദ് അൽ ബലൂഷി, അസീം മന്നാനി പരവൂർ, അബ്ദുൽ അസീസ് അസ്ഹരി, അബ്ദുൽ മജീദ് മുസ്ലിയാർ, താജുദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജുമുഅ നമസ്കാരത്തിന് ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ മസ്ജിദ് ഹാളിൽ നടന്ന റമദാൻ പ്രഭാഷണത്തിൽ മതപണ്ഡിതൻ സിദ്ദീഖ് സഖാഫി അൽ കാമിലി റമദാൻ പ്രഭാഷണം നടത്തി. തീർച്ചയായും നമുക്ക് അവിടുത്തെ വിചാരണയിൽ രക്ഷപ്പെടാൻ കഴിയും. നമ്മുടെ റബ്ബ് ഒരിക്കലും ഒരു ക്രൂരനായ റബ്ബല്ല, ഒരു അക്രമ സ്വഭാവമുള്ളവനല്ല, ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാത്തവനല്ല. അല്ലാഹു തആല ഗഫൂറുർ റഹീം. എല്ലാവരും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഫ്രൂട്ട്സ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് കഴിഞ്ഞു. ഫ്രൂട്ട്സിന്റെ എല്ലാം കഴിഞ്ഞു. നോമ്പ് മുറിക്കാനുള്ള എല്ലാം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഭക്ഷണത്തിന് എങ്ങനെയായാലും ഒരു 2000 മേലെ ആളുകൾ ഉണ്ടാവും. ഹിബ്ബ് റസൂൽ മദ്രസ വിദ്യാർത്ഥികൾ ഇഫ്താർ സംഗമ പ്രവർത്തനങ്ങളിൽ സജീവമായത് വേറിട്ട കാഴ്ചയായി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ മസ്ജിദ് ഹാളിലാണുള്ളത്. കാണാം കൂടുതൽ വിവരങ്ങൾ. അറേഞ്ച്മെന്റ് എല്ലാം അങ്ങനെ ഇപ്പൊ എന്തെല്ലാം ബാക്കിയുണ്ടെന്നെങ്കിലും നമ്മുടെ ഇഫ്താർ സംഗമത്തിന്റെ അറേഞ്ച്മെന്റ് തുടക്കം മുതൽ ഓരോ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികളാണ്. അടിപൊളി, മാഷാ അല്ലാഹ്. നിങ്ങളൊക്കെ ആക്റ്റീവായി ചെന്നതുകൊണ്ട് വളരെ ഗംഭീരമായി. രക്ഷിതാക്കളും കമ്മിറ്റി ഭാരവാഹികളും ഉൾപ്പെടുന്ന വളണ്ടിയേഴ്സ് ടീമായിരുന്നു 2000-ഓളം ആളുകൾ പങ്കെടുത്ത ഇഫ്താറിന് കോർഡിനേഷൻ നടത്തിയത്. അകത്തുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞു. അസ്സലാമു അലൈക്കും ഉസ്താദ്. മാഷാ അല്ലാഹ്, സന്തോഷമല്ലേ? അൽഹംദുലില്ലാഹ് ഖൈറാൻ. ഒരു 2 വാക്ക് ഹിബ്ബ് റസൂലിനെ കുറിച്ചിട്ട്. ഹിബ്ബ് റസൂൽ അൽഹംദുലില്ലാഹ് ഭയങ്കര ഫേമസ് ആയൊരു പ്രസ്ഥാനമാണ്. നമ്മുടെ മലയാളികളുടെ ഏത് കാര്യത്തിലും ആദ്യം മുൻകൈയെടുത്ത് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്ന വളരെ മഹത്തായ ഒരു പ്രസ്ഥാനമാണ്. പിന്നെ പ്രവാസികൾക്ക് വളരെ താങ്ങും തണലുമായി എല്ലാ സന്ദർഭങ്ങളിലും അവർക്ക് ആത്മീയവും അതുപോലെ തന്നെ നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളും അവർക്ക് നേതൃപരമായ പങ്ക് വഹിക്കുന്ന ഒരു മഹത്തായ പൊതു കൂട്ടായ്മയാണ്. ഹിബ്ബ് റസൂൽ മസ്കറ്റ് ഒരുക്കുന്ന ഇഫ്താറിൻ്റെ വേദിയിലാണ് നമ്മളുള്ളത്. 2000-ഓളം വരുന്ന ആളുകൾക്ക് അൽഹംദുലില്ലാഹ് മഹത്തായ ഈ മാസത്തിൽ ഇഫ്താർ ഒരുക്കാൻ ഹിബ്ബ് റസൂലിന് സാധിച്ചിട്ടുണ്ട്. ഇതിനോട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. آمين يا رب. آمين يا رب العالمين. ما شاء الله. شكرا. السلام عليكم. كيف حالك؟ الحمد لله بخير. ما شاء الله. كيف زين طيب؟ تمام. الحمد لله. اليوم افطار في مسجد عثمان بن عفان حب رسول. سنويا في مسقط يسوون فطور رائع ما شاء الله عليهم. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. 1991 മുതൽ നമ്മുടെ ഹിബ്ബ് റസൂൽ മസ്ജിദ് ഉസ്മാൻ ബിൻ അഫ്ഫാനിൽ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരുടെയും സഹായം കൊണ്ട് ഇന്ന് ഈ നിലയിൽ എത്തി. നമ്മുടെ ഈ സഹകരിച്ച എല്ലാവർക്കും പ്രസിൻ്റെ പേരിലും മസ്ജിദ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ പേരിലും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 10 വർഷമായിട്ട് വളരെ ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിബ്ബ് റസൂലിൻ്റെ ഇഫ്താർ പരിപാടിയാണത്. നിങ്ങളെല്ലാവരും സഹകരണത്തോടുകൂടി വളരെ ഭംഗിയായി നടക്കും വിചാരിക്കും ഇൻഷാ അല്ലാഹ്. ഇത് തുടക്കത്തിലെ നമ്മുടെ മുന്നേ ഉള്ളവർ വളരെ വൃത്തിയായി ചെയ്തുകൊണ്ടിരുന്ന കാര്യം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്തു, നമ്മൾ അറേഞ്ച് ചെയ്യുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് നമ്മളോട് എപ്പോഴും സഹകരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദികൾ അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും എപ്പോഴും ഖൈറിലാക്കട്ടെ, ദുആ ചെയ്യുന്നു. ഹിബ്ബ് റസൂലിൻ്റെ നോമ്പോറ ഇന്നത്തെ നോമ്പോറ ഗംഭീരമാണ്, അതിഗംഭീരം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വർഷങ്ങളോളമായിട്ട് നടന്നു വരുന്ന മെഗാ ഇഫ്താർ, അതുപോലെ തന്നെ ഇന്ന് ജുമയ്ക്ക് ശേഷം പ്രഭാഷണം നടന്നു. ഇനി 17 രാവിന് ബദർ അനുസ്മരണം ഉണ്ട്, 21 രാവിന് ഇത്തിക്കാഫ്. ഈ പ്രാവശ്യവും അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായിട്ട് നടന്നു പോകുന്നുണ്ട്. ഹിബ്ബ് റസൂൽ എന്ന് പറഞ്ഞാൽ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. റമദാനിലെ 2ാമത്തെ വെള്ളിയാഴ്ച അത് ഹിബ്ബ് റസൂലിന്റെ നോമ്പ് തുറയാ. പ്രത്യേകിച്ച് പറയാൻ നമ്മളെ മദ്രസയിൽ പഠിക്കുന്ന പിഞ്ചു മക്കളാണ്, അവരാണ് ഇതിന്റെ പിറകില്. നല്ല പ്രവർത്തനം, അള്ളാഹു വിജയിപ്പിക്കട്ടെ, അള്ളാഹു ഇതെല്ലാം സ്വീകരിക്കട്ടെ. അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അവസാന ഘട്ടത്തിലെത്തി. പാക്കിംഗ് എല്ലാം നല്ല കണ്ടീഷനായിട്ട് നടന്നു. അടിപൊളി നോമ്പറ, സൂപ്പർ, മാഷാ അല്ലാഹ്. എല്ലാ കൊല്ലത്തിലും മാഷാ അല്ലാഹ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എല്ലാ ഫ്രൂട്ട്സ് മക്കളെല്ലാം കൂടിയിട്ട് എല്ലാം സൂപ്പറായിരുന്നു. അൽഹംദുലില്ലാഹ്. പ്രവാസികൾക്ക് താങ്ങും തണലുമായി 25 വർഷത്തോളമായി ഒമാനിലെ അൽഹയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ മസ്ജിദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന മലയാളി കൂട്ടായ്മയാണ് ഹിബ്ബ് റസൂൽ മസ്കറ്റ് മലയാളി കൂട്ടായ്മ.
ഒമാനിലെ അൽഹയിലാണ് ഹുബ്ബ് റസൂൽ മലയാളി കൂട്ടായ്മയുടെ മദ്രസയും പ്രവർത്തിച്ചു വരുന്നത്. മനുഷ്യബന്ധങ്ങളുടെ സൗഹൃദ സംഗമ വേദി കൂടിയാണ് ഓരോ റമദാനും. കാരുണ്യത്തിൻ്റെയും സഹാനുഭൂതിയുടെയും കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ റമദാൻ കടന്നു പോകുന്നത്.